നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ സേവനങ്ങളൊക്കെ ഇപ്പോൾ കെ സ്മാർട്ട് വഴിയാക്കിയല്ലോ. നമുക്കൊരു വീഡിയോ ചെയ്താലോ. അതായത് ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ, നീ ഒരു കാര്യം നടത്തി കിട്ടാനായി എന്നെ സൽക്കരിക്കുന്ന ആൾ. അതായത് ഇത് ഹോട്ടലും ഞാൻ നിങ്ങളെ സൽക്കരിക്കുന്നയാളും, അതല്ലേ സീൻ? അഴിമതിയാണ് നമ്മുടെ വിഷയം. അതായത് നിങ്ങൾ അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥൻ അല്ലേ? അതെ. നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഇത് കേട്ടിട്ട് ഒരാൾ വിളിച്ച് പറയുകയാണ്, ഇതിൻ്റെ ഒന്നും ഒരാവശ്യവുമില്ല, കെ സ്മാർട്ട് വഴി അപേക്ഷിച്ച് കഴിഞ്ഞാൽ സർക്കാർ സേവനങ്ങളെല്ലാം ലഭിക്കും. പക്ഷേ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം അഴിമതിക്കാരാണ് എന്നൊരു സന്ദേശമല്ലേ പരസ്യം കൊടുക്കുന്നത്? ആണല്ലോ. അപ്പോൾ സർക്കാർ തന്നെ ഇങ്ങനെ വീഡിയോ ഇറക്കിയാലോ? കണ്ടുവെക്കാം. ഈ ഹോട്ടൽ തുടങ്ങാൻ കൊള്ളാം, പക്ഷേ ഇവിടുത്തെ ഫുഡ് പോലെ അടിപൊളിയായിരിക്കണം. ലൈസൻസിൻ്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട, ഞാനാണ് എല്ലാം ശരിയാക്കി തരാം കേട്ടോ. സാർ ലൈസൻസ് ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് ഈ ഫുഡ് അടി അല്ലാതെ വേറെ നടക്കുന്നില്ല സാർ. എത്ര കാലമായി ഇടാ എന്നെ നീ ഈ പരിപാടിയിൽ ഒതുക്കിയും, പക്ഷേ അവിടെ വേറെ ചിലന്മാരുണ്ട്. അവന്മാരെ താഴേണ്ട പോലെ കണ്ടാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. ഞാൻ അവർക്ക് തിരക്കിയാണ്. പിന്നെ ഹലോ ഭായ്, ഈ ഹോട്ടൽ തുടങ്ങാനും ബിസിനസ് തുടങ്ങാനൊക്കെ ഇത്രയും സൂചിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. കെ സ്മാർട്ട് എന്ന് പറഞ്ഞ ആപ്പ് കയറി നിങ്ങൾ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്താൽ ഈ പറഞ്ഞ ലൈസൻസ് ഒക്കെ കിട്ടിക്കോളും. അപ്പോഴേ ഈ കഴിച്ച ഫുഡൊക്കെ ഉണ്ടല്ലോ, ഇതിന്റെ ബില്ല് കൊടുത്തിട്ട് നിങ്ങൾ പോയേരെ കേട്ടാ. ലൈസൻസ് അതായത് നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം അഴിമതിക്കാരാണെന്ന് സർക്കാർ പരസ്യം ഉണ്ടാക്കി നാട്ടുകാരോട് പറയുമല്ലേ? ആണല്ലോ. അല്ലാതെ ഇത് കേൾക്കുന്ന പൊതുജനം എന്ത് വിശ്വസിക്കണം? അതായത് മോദി തൃശ്ശൂരിൽ പ്രസംഗിച്ച ശൈലിയിൽ പറഞ്ഞാൽ അഴിമതി ഉണ്ടെന്ന് സർക്കാരിൻ്റെ ഗ്യാരണ്ടി.